ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് OS ഇൻസ്റ്റാളേഷൻ എന്നുള്ളതാണ്. OS ഇൻസ്റ്റാളേഷൻ ആദ്യം നമ്മൾ ഒരു ബൂട്ടബിൾ മീഡിയ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബൂട്ടബിൾ പെൻഡ്രൈവ് ആദ്യം ഉണ്ടാക്കണം. അതുണ്ടാക്കിയ ശേഷം ആണ് നമുക്ക് ഈ വിൻഡോസ് OS ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. OS ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ OS ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിം അടിച്ചുകൊണ്ട് ഓൺ ടൈം ബൂട്ട് മെനു കീ എന്ന് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏതാണ് അതിൻ്റെ കീ, ഓൺ ടൈം ബൂട്ട് മെനു കീ എന്നാണ് മനസ്സിലാവും. നമുക്ക് ഇവിടെ ഇപ്പോൾ ഏസറിൻ്റെ F12 ആണ് കാണിക്കുന്നത്, HP-യുടേത് F9 ആണ്. അതുപോലെ നമ്മൾ ഏത് ബ്രാൻഡാണോ നമുക്ക് വേണ്ടത് ആ ബ്രാൻഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ കീ ഓൺ ടൈം ബൂട്ട് മെനു കീ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് F12 അടിച്ചുകൊണ്ട് ഈ കാണുന്ന വിൻഡോ ആണ് എൻ്റെ ഏസറിൻ്റെ ഓൺ ടൈം ബൂട്ടബിൾ മെനു എന്ന് കാണിക്കുക. അതായത് ഓൺ ടൈം ബൂട്ടബിൾ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി ഒന്നും മാറ്റാതെ തന്നെ, ബൂട്ട് സീക്വൻസ് മാറ്റാതെ, ബൂട്ട് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏത് ഡിവൈസിൽ നിന്നാണ് OS ലോഡ് ചെയ്യിക്കേണ്ടതെന്ന് പറയുന്നതാണ് നമ്മൾ ബൂട്ട് സീക്വൻസ് എന്ന് പറയുക. അതായത് നമ്മുടെ ഒന്നിലധികം ബൂട്ടിംഗ് ഡിവൈസുകൾ നമ്മുടെ ബൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ OS ലോഡ് ചെയ്യപ്പെട്ട ഒന്നിലധികം ഡിവൈസുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകും. അതായത് ഹാർഡ് ഡിസ്കും ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഹാർഡ് ഡിസ്കുകളിലും ചിലപ്പം നമുക്ക് OS ലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഏത് OS ആണ് ആദ്യം ലോഡ് ചെയ്യേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സീക്വൻസ് ഉള്ളതിനാണ് നമ്മൾ ബൂട്ട് സീക്വൻസ് എന്ന് പറയുക. അത് ബയോസിൻ്റെ ഒരു വെർഷൻ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ നമ്മൾ വൺ ടൈം ബൂട്ട് മെനു ആണ് നോക്കുന്നത്. ഇത് നമ്മൾ F12 അടിച്ച് ഈ മെനുവിലെത്തുന്നു. അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ഉബുണ്ടു വിൻഡോസ് എന്ന് കാണുന്നത് ഇപ്പോൾ ഉള്ള OSകളാണ്. ഇപ്പോൾ നിലവിൽ ഇതിലുള്ള OSകളെയാണ് നമുക്കവിടെ ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത്. ആ OS നമ്മൾ ഓവർ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ UEFI വെൻഡർ പ്രൊഡക്റ്റ് കോഡ് 2.00 എന്ന് പറയുന്ന ഈ ഒരു ഇതുണ്ട്. ഇതിപ്പോൾ അതാണ് എൻ്റെ പെൻഡ്രൈവിൻ്റെ നെയിം കൊടുക്കുന്നത്. അത് സാൻഡിസ്ക് ആണെങ്കിൽ സാൻഡിസ്കിന് നിങ്ങളുടെ എന്തെങ്കിലും പെൻഡ്രൈവിൻ്റെ നെയിം ആണെങ്കിൽ ആ നെയിമിലായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണുക. ഞാനിപ്പോൾ സാൻഡിസ്കിൻ്റെ പെൻഡ്രൈവാണ് കണക്ട് ചെയ്തിരുന്നതെങ്കിൽ അവിടെ എനിക്ക് സാൻഡിസ്ക് എന്ന് കാണാമായിരുന്നു. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ശേഷം അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വെൻഡോ എന്നൊരു വിൻഡോ തുറന്നു വരും. ഈ വെൻഡോ എന്താണെന്നും ഒക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. വെൻഡോയിൽ ഇവിടെ നമുക്ക് 2 OS കാണാം, ഉബുണ്ടു ഉണ്ട്, വിൻഡോസ് ഉണ്ട്. അതിനുശേഷം ഞാൻ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുന്നു, ബൂട്ടിൻ നോർമൽ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് ബൂട്ടിങ് ഡിവൈസും അല്ലെങ്കിൽ പെൻഡ്രൈവും സിമിലർ ആയിരിക്കും. ഈ വിൻഡോയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. വിൻഡോസ് 10 സെറ്റപ്പ് 64 ബിറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 32 ബിറ്റ് ഇപ്പോൾ ഉള്ള സിസ്റ്റങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. 1 മണിക്കൂറോളം എടുക്കുന്ന സമയമാണ്. അത്രയും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അരമണിക്കൂർ, സിസ്റ്റത്തിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും. അവിടെ നമ്മൾ ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ് ഇന്ത്യ ആക്കി വെക്കണം, ഇംഗ്ലീഷ് ഇന്ത്യ ആക്കി വെക്കണം. ഓക്കെ, അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ ഇൻസ്റ്റാൾ നൗ കൊടുക്കുന്നു. സെറ്റപ്പ് സ്റ്റാർട്ടിങ് വന്നു. കുറച്ച് വെയിറ്റിംഗ് എടുക്കുന്ന, കുറച്ച് സമയം കഴിഞ്ഞ് ഇത് സിസ്റ്റത്തിലേക്ക് ലോഡ് ആകുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഈ വിൻഡോ ആണ് നമുക്ക് പ്രോഡക്റ്റ് കീ അടിച്ച് കൊടുക്കാനുള്ളത്. നമ്മൾ പ്രോഡക്റ്റ് കീ, വിൻഡോസ് ഒറിജിനൽ പ്രോഡക്റ്റ് കീ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് അടിച്ച് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കീ എടുക്കുന്നതാണ്. ഓൾസോ എനിക്ക് പ്രോഡക്റ്റ് കീ ഒന്നുമില്ല, സോ ഐ ഡോണ്ട് ഹാവ് പ്രോഡക്റ്റ് കീ. വിൻഡോസ് ക്രാക്ക് OS ഇൻസ്റ്റാളേഷൻ ചെയ്യാതിരിക്കുക. ഇവിടെ കുറേ വെർഷൻസ് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ കുറേ വെർഷൻസ് ഹോം ഉണ്ട്, വിൻഡോസ് 10 ഹോം ഉണ്ട്, ഹോം N ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വെർഷൻസ് ആണ്. ഹോം N എന്ന് പറയുമ്പോൾ മിക്കവാറും അതിൽ മീഡിയ സംബന്ധമായ ഒന്നും ഉണ്ടാവില്ല, ഒരു ബേസിക് OS മാത്രമായിരിക്കും. എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രോ 8. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് വിൻഡോസ് 10 പ്രോ ആണ്. കുറച്ച് ഫീച്ചേഴ്സുകളും ഒക്കെ അതിനുണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുന്നു. ദെൻ അക്സെപ്റ്റ് ദ ലൈസൻസ് താൻ കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്ഗ്രേഡ് അല്ല കൊടുക്കേണ്ടത്, നമുക്ക് കസ്റ്റം ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി അഡ്വാൻസ്ഡ് ആണ്. സോ ഇവിടെയാണ് നമ്മൾ
പാർട്ടിഷൻ ടേബിൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഇവിടുത്തത്. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഡാറ്റ മൊത്തം ലോസായി പോവും. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ പാർട്ടിഷൻ കൈകാര്യം ചെയ്യാൻ. ഇപ്പം തന്നെ അവിടെ 2 അൺഅലോക്കേറ്റഡ് സ്പേസുകൾ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് മൊത്തം ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്കിതിൽ ഡാറ്റ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാൻ മൊത്തം ഫോർമാറ്റ് ചെയ്യുന്നു. ഇൻ കേസ് നമുക്ക് ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ ഈ പാർട്ടിഷൻ 3 അതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടിയില്ല, ഡിലീറ്റ് ചെയ്യാണ്ടാത്താണെങ്കിൽ നമ്മൾ നോക്കി ഡിലീറ്റ് ചെയ്യാതിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഡാറ്റ നഷ്ടപ്പെടും. ഇവിടെ നമ്മളൊരു എന്താ പറയുക, ലോജിക് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യണം. എല്ലാ പാർട്ടീഷനും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ എനിക്കിവിടെ കാണുന്നത് ഒരു അൺഅലോക്കേറ്റഡ് സ്പേസ് 2 കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും റോങ് മെത്തേഡാണ്, ഇങ്ങനെ വരാൻ പാടില്ല. ഇനി ആ സെൻട്രൽ ഡ്രൈവ് 0 പാർട്ടീഷൻ 1 കൂടി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് ഒറ്റ അൺഅലോക്കേറ്റഡ് സ്പേസായി മാറും. അങ്ങനെയാണ് വേണ്ടത്. ഇവിടെയും എനിക്ക് ന്യൂ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഡ്രൈവ് 0 അൺഅലോക്കേറ്റഡ് സ്പേസ് എന്ന് കിട്ടും. ഇവിടെ എനിക്ക് ചെയ്യാനുള്ളത് ന്യൂ കൊടുക്കുന്നു. ഇത് ഒരു 1 TB ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് 250 GB വിൻഡോസിനും 250 GB ലിനക്സിനും 500 GB ഡാറ്റ. എൻഷുർ ദ വിൻഡോസ് ഫീച്ചേഴ്സ് വർക്ക് കറക്റ്റ്ലി. വിൻഡോസ് മേ ക്രിയേറ്റ് അഡീഷണൽ, അതായത് കുറച്ച് അഡീഷണൽ പാർട്ടിഷൻ കൂടി വിൻഡോസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് 4 പാർട്ടിഷൻ വന്നു. ഇത് വിൻഡോസ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന അതിൻ്റെ മാൻഡറ്ററി ആയിട്ടുള്ള പാർട്ടിഷനുകളാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കാണ്. ശേഷം ഡ്രൈവ് 0 പാർട്ടിഷൻ 4 എന്ന് നമ്മൾ 250 GB നെക്സ്റ്റ് അടിക്കുന്നു. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഇത്രയും സമയത്തെത്തി ഇവിടെ നിന്ന് കുറച്ച് സമയം എടുക്കുന്ന ഒരു വിഷയമാണ്. ഓക്കെ, ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നു. അതിനുശേഷം സിസ്റ്റം വീണ്ടും ഓണായി വരുന്നതാണ്. പിന്നെ നമുക്ക് ഗെറ്റിംഗ് റെഡി എന്ന് കാണിക്കും. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മുടെ മെഷീൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഒരു നീല സ്ക്രീനിൽ ജസ്റ്റ് മൊമെൻ്റ് എന്ന് എഴുതി കാണിച്ചു. ഇത് കുറച്ച് സമയം ഇവിടെയും എടുക്കുന്നതാണ്. ഇവിടേക്കാണ് സമയം പോകുന്ന പോർഷൻസ് ഉള്ളത്. ഇതൊക്കെ ഞാൻ ഫാസ്റ്റ് അടിച്ച് കട്ട് ചെയ്ത് വിട്ടതാണ്. സോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ കീബോർഡ് ലേഔട്ടും നമ്മൾ US തന്നെയാണ്. ഇവിടെ ഐ ഡോണ്ട് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. കണ്ടിന്യൂ വിത്ത് ലിമിറ്റ് സെറ്റപ്പ് കൊടുക്കുന്നു. അല്ലെങ്കിൽ കണക്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ലിമിറ്റ് സെറ്റപ്പ് എന്ന് കൊടുത്ത് പോകുന്നു. ഇവിടെയും കുറച്ച് സമയം എടുക്കുന്നതാണ്. ജസ്റ്റ് എമ്മൻ്റ് എന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ദെൻ സിസ്റ്റം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആവും. ഈ വോയിസ് ഇൻസ്റ്റാളേഷൻ്റെ ഇടയിൽ ചിലപ്പം പലതവണ റീസ്റ്റാർട്ട് ആവും. ഈ സ്റ്റെപ്പുകൾ ചിലപ്പോൾ റിപ്പീറ്റ്നെസ് ഒക്കെ വരാൻ പല കേസുകളും വരാം. ഓക്കെ, ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ നമുക്ക് കാണിച്ചു. ഇപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്ത് വെച്ചതാണ്.
നേരത്തെ അതേ സ്റ്റെപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ചിലപ്പോൾ റിപ്പീറ്റിൽ വന്നേക്കാം. അവിടെ ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ആരാണ് നമ്മുടെ യൂസർ എന്താണ് വേണ്ടത് എന്ന് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ എന്താണോ നമുക്ക് വേണ്ട യൂസർ നെയിം അതിവിടെ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു. ദെൻ ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെന്താണ് നമ്മൾ ഇൻ കേസ് നമ്മുടെ അഡ്മിൻ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് വെച്ച് അതിൻ്റെ ആൻസേഴ്സ് വെച്ച് 3 ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ വെച്ച് നമുക്കത് റീകവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതെല്ലാം ഞാൻ പൊതുവെ ഓഫ് ചെയ്ത് വെക്കാറാണുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ അക്സെപ്റ്റ് കൊടുക്കുന്നു. ഇവിടെയും കുറച്ച് സമയമെടുക്കുന്ന ഭാഗമാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ വിൻഡോസിൻ്റെ വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി പേഴ്സണലൈസ്ഡ് പോയിട്ട് അവിടെ ചെന്ന് നമുക്ക് നോർമൽ ഉണ്ടാകുന്ന ഐക്കൺസ്, അത് ബാക്ക്ഗ്രൗണ്ട് മാറ്റെങ്കിൽ അവിടെ മാറ്റാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺസ്. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ ഐക്കൺസ്. അതുകൊണ്ട് അതും ആ വോയിസിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണിത്. ഇപ്പോൾ വിൻഡോസ് വോയിസ് ഇൻസ്റ്റാളേഷൻ നമ്മൾ പൂർത്തിയാക്കി. ഇനി കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ നമ്മളൊന്ന് പോകുന്നു. കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ പോയ ശേഷം നമുക്കവിടെ ഡിസ്ക് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച പാർട്ടിഷൻ കാണാവുന്നതാണ്. ഇവിടെ അൺഅലോക്കേറ്റഡ് ആയിട്ട് 682 GB അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 250 GB. ഇവിടെ നമുക്ക് പുതിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ അൺഅലോക്കേറ്റഡ് ക്ലിക്ക് ചെയ്ത് ന്യൂ വോളിയം കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ 10 GB ഒരു വോളിയമാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് അൺഅലോക്കേറ്റഡ് സ്പേസിൽ നിന്നും 10 GB എടുത്ത് നെക്സ്റ്റ് കൊടുത്ത് അതിന് നമുക്ക് ഏത് ലെറ്ററാണോ വേണ്ടത് അത് കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണോ അതിനെ നമ്മൾ മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലെറ്റർ കൊടുക്കുന്നു. നമുക്ക് എ എന്ന ബി എന്ന ഒരു അല്ലെങ്കിൽ എ തന്നെ ചെയ്യാം. എ ചെയ്തു. അതിനുശേഷം ഞാൻ ഡാറ്റ എന്ന് നെയിം കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. സോ എനിക്ക് പുതിയൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു. അതായത് ഈ 1000 GB നിന്ന് നമുക്ക് ഇതുവരെ യൂസ് ചെയ്യുന്നത് 250 GB നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയും സിസ്റ്റത്തിന് വേണ്ടിയും ഇപ്പോൾ ബാക്കി വന്ന 750 നിന്ന് ഞാൻ ഒരു 10 GB ഡാറ്റയ്ക്ക് വേണ്ടി ഒരു ഡ്രൈവ് ആക്കിയും ഇതിലേക്ക് ഉൾപ്പെടുത്തിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി അത് നമ്മൾ ദിസ് പീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സി ഡ്രൈവും അതേപോലെ തന്നെ ഈ സി ഡ്രൈവും നമുക്കിങ്ങനെ കാണാം. ഈ സി ഡ്രൈവിലാണ് നമുക്കുള്ള വിൻഡോസിൻ്റെ ഫയലുകൾ മൊത്തം കിടക്കുന്നത്. അതായത് ഈ സി ഡ്രൈവ് നമ്മുടെ വിൻഡോസ് OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ സി ഡ്രൈവിലാണ്. അതേപോലെ തന്നെ ഇതിലാണ് നമ്മുടെ ഡെസ്ക്ടോപ്പും മറ്റ് ഡോക്യുമെൻറ്റ്സും ഡൗൺലോഡ്സൊക്കെ ഈ സി ഡ്രൈവിലാണുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ വെൻഡോയിൽ കാണാം. അത് ഞാൻ ഇൻസ്റ്റാളേഷൻ ഉപയോഗിച്ചിരിക്കുന്ന പെൻ ഡ്രൈവാണ്.
ദെൻ ഞാനൊരു ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ നിർമ്മിക്കുകയാണ്. അതായത് IT വർക്ക്ഷോപ്പ് എന്ന ഒരു ഫോൾഡർ, ഒരു ഡയറക്ടറി ഞാൻ നിർമ്മിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഉള്ളത് നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ പോയി IT വർക്ക്ഷോപ്പ് എന്ന് കാണാം. അല്ലെങ്കിൽ നമുക്കത് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് യൂസേഴ്സിൽ പോയി IT വർക്ക്ഷോപ്പ് എന്ന യൂസറിൽ ഇങ്ങനെയാണ് അതിൻ്റെ പാത്ത് കിടക്കുന്നത്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് C ഡ്രൈവിലാണ് നമ്മുടെ ഈ OSൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് പോലത്തെ ഇതിൽ കിടക്കുന്ന ഡൗൺലോഡ്സിലൊക്കെ പോയി കിടക്കുന്ന ഡാറ്റ ഉണ്ടാവുക. ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ OS ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് OS ബൂട്ട് ചെയ്ത് കിട്ടാതിരിക്കുകയും നമ്മുടെ ഡാറ്റ ഡെസ്ക്ടോപ്പിലൊക്കെ കുടുങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് റീകവർ ചെയ്യേണ്ടത്. C ഡ്രൈവിൽ നിന്നാണ് അത് നമ്മൾ റീകവർ ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഉബുണ്ടു ഇൻസ്റ്റാളേഷനാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.